ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികളിലെ വാദം ഏപ്രിൽ 7-ന് ആരംഭിക്കും. ഹർജിക്കാർക്ക് 3 ദിവസം വാദിക്കാം. പുനഃപരിശോധനയെ എതിർക്കുന്നവർക്ക് ഏപ്രിൽ 14 മുതൽ 17 വരെയും വാദിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. അതേസമയം കേസിൽ അമിക്കസ് ക്യൂറിയുടെ വാദം ഏപ്രിൽ 21-നായിരിക്കും. ഏപ്രിൽ 22-ന് വാദം പൂർത്തിയാക്കും. 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഇതിനായി രൂപീകരിക്കും. അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. മാർച്ച് 14-ന് മുൻപ് സംസ്ഥാന സർക്കാർ അടക്കമുള്ള എല്ലാ കക്ഷികളും നിലപാട് എഴുതി നൽകാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചു. പുനഃപരിശോധനയെ അനുകൂലിക്കുന്നുവെന്ന കേന്ദ്രവും ഹർജികളെ എതിർക്കുന്നില്ലെന്ന് സംസ്ഥാനവും അറിയിച്ചു. 9-അംഗ ബെഞ്ചിന്റെ വിധിക്കനുസൃതമായി 5-അംഗ ബെഞ്ച് വീണ്ടും ശബരിമല പുനഃപരിശോധന ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. തുല്യതയും വിശ്വാസ സ്വാതന്ത്ര്യവും മതാചാരങ്ങളുടെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. യുവതീ പ്രവേശനത്തിനു പുറമെ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം, പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ മതപരമായ വിഷയങ്ങളും ഇതിനോടൊപ്പം പരിഗണിക്കുന്നുണ്ട്. 2018 സെപ്റ്റംബർ 28-നാണ് യുവതീ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന് ഹർജികൾ നിർണായകമാകും. 2019-ൽ രൂപീകരിച്ച 9-അംഗ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള 8 ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത്.